ഹായ് എവരി വൺ, നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ PSCയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ജോഗ്രഫിയിൽ നിന്നുള്ള 100ഓളം ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചു വരുന്നുള്ള കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു മോക്ക് ടെസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് 10th പ്രിലിംസ് ഒക്കെ എഴുതാൻ പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും PSCയുടെ മത്സര പരീക്ഷകൾക്കും ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് 100ഓളം ചോദ്യങ്ങൾ എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ പോവാം. ആദ്യത്തെ ചോദ്യം: പ്രപഞ്ചോത്പത്തി വിശദീകരിക്കുന്ന ഏറ്റവും അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തം ഏതാണ്? ഏതാണ്? മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് കേട്ടോ. മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. ജോർജ് ലെമൈത്രെ അവതരിപ്പിച്ച ബിഗ് ബാങ് സിദ്ധാന്തം, അതായത് മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് കേട്ടോ. പ്രപഞ്ചോത്പത്തി വിശദീകരിക്കുന്ന ഏറ്റവും അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തം. രണ്ടാമത്തെ ചോദ്യം: ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഗരപ്പാളി അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ് ഏറ്റവും പുറമെയുള്ള നേർത്ത ഗരപ്പാളി. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഗരപ്പാളി അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. മൊഹറോവിസിക് വിച്ഛേദനത വേർതിരിക്കുന്നത് എന്തിനൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഭൂവൽക്കവും മാൻറ്റിലുമാണ്. ക്രസ്റ്റിനും മാൻറ്റിലും ഇടയിലുള്ള അതിർത്തിയാണ് മോഹോട്ടോ. അടുത്ത ചോദ്യം: അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്ന പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്ന പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘം, മഴ, കൊടുങ്കാറ്റെല്ലാം ഉണ്ടാകുന്നത് കേട്ടോ. ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്ന പാളി. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. 15 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് കേട്ടോ. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് സ്ട്രീമുകൾ കാണപ്പെടുന്ന പാളി, ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്താണ് കാണപ്പെടുന്നത് കേട്ടോ. ജെറ്റ് സ്ട്രീമുകൾ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്താണ്. മൺസൂൺ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? അറബി ഭാഷയിൽ നിന്നാണ്. അറബി ഭാഷയിലെ മൗസീം എന്ന പദമായ, അതായത് കാലം, സീസൺ എന്ന അർത്ഥം വരുന്ന മൗസീം എന്ന പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് വന്നിട്ടുള്ളത്. അറബി വാക്കാണ് കേട്ടോ. അറബിയാണ്. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആദ്യം എത്തുന്നത് എവിടെ? കേരള തീരത്താണ്. ജൂൺ 1 മുതൽ കേരളത്തിൽ മഴ എത്താറില്ലേ? ജൂൺ 1 കേരളത്തിൽ ആദ്യം എത്തി, പിന്നീട് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആദ്യം എത്തുന്നത് കേരള തീരത്താണ്. ആഗ്നേയശിലയുടെ ഉദാഹരണം ഗ്രാനൈറ്റ് ആണ്. രൂപാന്തരശിലയുടെ ഉദാഹരണം മാർബിളാണ്, ചുണ്ണാമ്പ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സിസ്മോഗ്രാഫാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്ററാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്ററാണ്. കാറ്റിൻ്റെ ദിശ വ്യതിചലിക്കാൻ കാരണമായ കൊറിയോലിസ് ബലത്തിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. എൽനീനോ പ്രതിഭാസം ബന്ധപ്പെട്ടിരിക്കുന്ന സമുദ്രം, ഏതാണ്? പസഫിക് സമുദ്രമാണ് കേട്ടോ. എൽനീനോ പ്രതിഭാസം പസഫിക് സമുദ്രമാണ്. ഭൂമിയുടെ അച്ചുതണ്ട് ചരിവ് എത്ര ഡിഗ്രി? ഭൂമിയുടെ അച്ചുതണ്ട് ചരിവ് 23.5 ആണ് കേട്ടോ. 23.5 ആണ്. ഹിമാലയ പർവ്വതനിര രൂപം കൊണ്ടതെങ്ങനെ? ഇന്ത്യൻ യുറേഷ്യൻ ഫലകങ്ങളുടെ കൂട്ടിയടി മൂലമാണ് അല്ലേ? 2 ഭൂഫലകങ്ങൾ കൂട്ടിയടിച്ച് ഉയർന്നുണ്ടായതാണ് ഹിമാലയം. ഇന്ത്യൻ യുറേഷ്യൻ ഫലകങ്ങളുടെ കൂട്ടിയടിയാണ്. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് കേട്ടോ. 8556 മീറ്ററാണ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലാണ് അല്ലെ? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലാണ് ഗംഗയുടെ ഉത്ഭവം. ബ്രഹ്മപുത്രയെ ടിബറ്റിൽ വിളിക്കുന്ന പേര് സാങ്പോ എന്ന് വിളിക്കും. ബ്രഹ്മപുത്രനെ ടിബറ്റിൽ കേട്ടോ. അരുണാചലിലോ ദിഹാങ് എന്ന് വിളിക്കും. അസമിലോ ബ്രഹ്മപുത്ര എന്ന് തന്നെ. ഡെക്കാൻ പീഠഭൂമി പ്രധാനമായും നിർമ്മിതമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബസാൾട്ട് ലാവ കൊണ്ടാണ്. അഗ്നിപർവ്വത ലാവയായ ബസാൾട്ട് കൊണ്ടാണ് ഡെക്കാൻ നിർമ്മിതം.
ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധാർ മരുഭൂമി ഗുജറാത്ത് രാജസ്ഥാനിലാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ ധാർ ഗുജറാത്ത് രാജസ്ഥാനാണ്. ഇതിൽ ഏറ്റവും നീളം കൂടിയ നദി അറിയാം, അതാണ് ഗംഗയാണ്. 2525 കിലോമീറ്റർ അല്ലെ, ഗംഗയാണ്. സുന്ദർബൻസ് ഡെൽറ്റ രൂപം കൊള്ളുന്നത് ഏതൊക്കെ നദികളിലാണ്? സുന്ദർബൻസ് ഡെൽറ്റ ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്രയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയെ സുന്ദർബൻസ് ഡെൽറ്റ രൂപം കൂടുന്നത് ഏതൊക്കെ നദികളിലാണ്? ഗംഗ, ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ തടാകം ചിൽക്ക തടാകമാണ്. ഒഡീഷയിലെ ചിൽക്കയാണ് ഏറ്റവും വലിയ കായൽ തടാകം. കറുത്ത മണ്ണ് ഏത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം? കറുത്ത മണ്ണ് പരുത്തി. റഗൂർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ് പരുത്തിക്കാണ് ഉത്തമം. ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉയർന്ന മഴയുള്ള പശ്ചിമഘട്ട മേഖലയിലാണ്. ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് ഉയർന്ന മഴയുള്ള പശ്ചിമഘട്ട മേഖലയാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. പശ്ചിമഘട്ടം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 2012 കേട്ടോ. പശ്ചിമഘട്ട യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 2012. പശ്ചിമഘട്ടത്തിൻ്റെ ഏകദേശ നീളം 1600 കിലോമീറ്ററാണ്. 1600 കിലോമീറ്ററാണ്. പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സംഗമിക്കുന്നത് എവിടെയാണ്? പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. കാവേരി നദിയുടെ ഉത്ഭവം തലക്കാവേരി ബ്രഹ്മഗിരി മലനിരകളിലാണ് കേട്ടോ. കർണാടകത്തിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരിയിലാണ് കാവേരി നദിയുടെ ഉത്ഭവം. ഇന്ത്യയിലെ ശുദ്ധജല തടാകങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? വൂളാറാണ് അല്ലെ, കശ്മീരിലെ വൂളാറാണ്. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന മേഖല ഏതാണ്? ഹിമാലയൻ മേഖലയും പശ്ചിമഘട്ടവുമാണ് കേട്ടോ. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന മേഖല ഹിമാലയൻ മേഖലയും പശ്ചിമഘട്ടവുമാണ്. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവ് ജൂൺ സെപ്റ്റംബറാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ഉത്തരയിൽ നിന്ന് തെക്കോട്ട് ക്രമത്തിൽ ഏതാണ്? ദാൽ, ബോർ, പാലക്കാട്, ചെങ്കോട്ടയാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3 ആണല്ലേ. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്, 2695 മീറ്റർ. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ വനവിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല അതും ഇടുക്കിയാണ്. വയനാട് ജില്ലയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചെമ്പ്രമലയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എല്ലാവർക്കും അറിയാം, പെരിയാറാണ്, 244 കിലോമീറ്റർ. രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ അല്ലേ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളായി പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? പെരിയാറാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? പെരിയാറാണ്. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയുടെ പോഷക നദിയിലാണ്? മലമ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കേട്ടോ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് ആരൊക്കെയാണ്? കേരളത്തെ കോയമ്പത്തൂരുമായി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ തമിഴ്നാടുമായി. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട് വയനാടാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ തരം ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. പാലക്കാടാണ്. KPCCയുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ ചോദ്യം പ്രകാരം വിസ്തൃതിയിൽ ഏറ്റവും വലിയ ജില്ല ഞാൻ പറഞ്ഞു 2024 കണക്കാണ്, അതാണ് പാലക്കാട്. നിലവിൽ ഏറ്റവും വലുത് ഇടുക്കിയാണ് കേട്ടോ. 4536 ഉണ്ട്. പാലക്കാട് 4482 2024 ബ്രാക്കറ്റിലുണ്ട്. 2024 പാലക്കാട്. ഇപ്പോഴേതാണ്? ഇടുക്കിയാണ്. വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. അറബിക്കടലിൽ പതിക്കാതെ കിഴക്കോട്ടൊഴുകുന്ന കേരള നദി ഏതൊക്കെയാണ്? ഇതിൽ ഓപ്ഷനിൽ ഏതാണ്? കബനിയാണ്. കബനി, ഭവാനി, പമ്പാർ എന്നിവയാണല്ലേ കിഴക്കോട്ടൊഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം
ശാസ്താംകോട്ട തടാകമാണ് അല്ലേ, കൊല്ലത്തെ ശാസ്താംകോട്ട തടാകമാണ്. നെയ്യാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? നെയ്യാർ തിരുവനന്തപുരമാണ്. ഇടുക്കി ജില്ല രൂപീകൃതമായ വർഷം 1972 ജനുവരി 26 അല്ലേ. കേരളത്തിൻ്റെ വടക്ക് തെക്ക് നീളം ഏകദേശം എത്രയാണ്? 580 കിലോമീറ്റർ ആണ് അല്ലേ. കേരള തീരദേശത്തിൻ്റെ നീളം എത്രയാണ്? കേരള തീരദേശത്തിൻ്റെ നീളം 590 കിലോമീറ്റർ ആണ് അല്ലേ, ഏകദേശം 590 കിലോമീറ്റർ ആണ്. കുട്ടനാട് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിന് നെല്ലറ അല്ലേ, സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷിയല്ലേ, കേരളത്തിന് നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ആതിരപ്പള്ളിയാണല്ലേ, ആതിരപ്പള്ളിയാണല്ലേ. 80 അടി ഉയരമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയാണ്. പെരിയാർ നദി അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? കൊടുങ്ങല്ലൂർ മുനമ്പം വഴി അല്ലേ. പെരിയാർ ചാലക്കുടി പുഴകൾ ചേർന്ന് കൊടുങ്ങല്ലൂരിൽ അറബിക്കടലിൽ പതിക്കുന്നു. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി അല്ലേ. ഒന്നാമത്തെ നീളം കൂടിയ നദി പെരിയാറാണ് 244, രണ്ടാമത് ഭാരതപ്പുഴ 209. പമ്പാ നദിയുടെ ഉത്ഭവം എവിടെയാണ്? പമ്പാ നദിയുടെ ഉത്ഭവം പൊളച്ചിമല പിറമീഡ് പീഠഭൂമിയിലാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്ന പ്രധാന ഘടകം പശ്ചിമഘട്ട വനങ്ങളും കണ്ടൂർ കൃഷിയും. പശ്ചിമഘട്ട വനങ്ങളും കണ്ടൂർ കൃഷിയും. വിസ്തൃതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ് അല്ലേ. ഭൂമിയുടെ 30% കര ഏഷ്യയിലാണ്. ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക്കാണ് അല്ലേ. ഭൂമിയുടെ 1/3 ഭാഗം പസഫിക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി സഹാറ, ഉത്തരാഫ്രിക്ക. സഹാറയാണ് അല്ലേ, സഹാറയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ് അല്ലേ, നൈലാണ്. ജലവ്യാപ്തത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ നദി, ഏറ്റവും വലിയ നദി ഏതാണ്? ജലവ്യാപ്തത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോണാണ്. തെക്കേ അമേരിക്കയിലെ ആമസോണാണ് ജലവ്യാപ്തത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തം മരിയാന ട്രഞ്ചാണ് അല്ലേ, മരിയാന ട്രഞ്ചാണ്. ഭൂമധ്യരേഖ കടന്നു പോകാത്ത ഭൂഖണ്ഡം യൂറോപ്പാണ്. ഗ്രീൻലാൻഡ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രീൻലാൻഡ് ദ്വീപ് അറ്റ്ലാന്റിക് ആർട്ടിക് സമുദ്രങ്ങൾക്കിടയിലാണ്. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? സഹാറ മരുഭൂമി ആഫ്രിക്കയാണ് കേട്ടോ, ആഫ്രിക്കയാണ്. പനാമ കനാൽ ബന്ധിപ്പിക്കുന്ന രണ്ട് സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് പസഫിക്. സൂയിസ് കനാൽ ബന്ധിപ്പിക്കുന്നത് മെഡിറ്ററേനിയൻ കടലും ചെങ്കടലും. അന്താരാഷ്ട്ര ദീതിരേഖയായി കണക്കാക്കുന്നത് 150 ഡിഗ്രി രേഖാംശമാണ്. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് നേരെ മുകളിൽ ഭൂപരിതലത്തിലുള്ള ബിന്ദു ഏതാണ്? അതികേന്ദ്രമാണ്, എപ്പിസെൻറ്ററാണ്. ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന വർണ്ണപ്രഭയുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്? അറോറയാണ്. ഇന്ത്യയിൽ ഇരുമ്പയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. നെല്ല് ഏത് കാലത്തെ വിളയാണ്? ഖാരിഫാണ്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ മുന്നിൽ ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശാണ്. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. 70% കർണാടകയാണ് കേട്ടോ. കർണാടകത്തിലെ ചിക്കമംഗ്ലൂരാണ് ഏറ്റവും ഫേമസ്. തേയില ഉൽപ്പാദനത്തിന് മുന്നിലുള്ള സംസ്ഥാനം അസമാണ്. 52%. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 80%. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കേരളമാണ്. പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാമത്, അതും കേരളമാണ്. 75%. കോട്ടയമാണ് റബ്ബറിൻ്റെ കേന്ദ്രം അല്ലേ. കേരളമാണ് മുന്നിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത് എവിടെയാണ്? കുൽട്ടിയാണ് അല്ലേ. 1874 പശ്ചിമ ബംഗാളിലെ കുൽട്ടിയിലാണ് ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല. ആദ്യത്തെ വൻകിടശാല ജംഷഡ്പൂറാണ് 1907. മുംബൈ ഹൈ പ്രസിദ്ധമായത് എന്തിനാണ്? പ്രസിദ്ധമായത് പെട്രോളിയം എണ്ണ ഖനനത്തിനാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121.08 കോടി അല്ലേ. സൈലന്റ് വാലി ദേശീയോദ്യാനം എവിടെയാണ്? എല്ലാവർക്കും അറിയാം, പാലക്കാടാണ് അല്ലേ, കുന്തിപ്പുഴയുടെ തീരത്താണ്. ഇരവികുളം ദേശീയോദ്യാനം പ്രസിദ്ധമായത് വരയാടാണ് അല്ലേ, വരയാടാണ്. പെരിയാർ കടുവ സങ്കേതവും നീലഗിരി ജൈവമണ്ഡലവും ഏതാണ്? പെരിയാർ തെക്കടി, ഇടുക്കി, നീലഗിരി, കേരള, തമിഴ്നാട്, കർണാടക. 2000 യുനെസ്കോ അല്ലേ. പെരിയാർ, ഇടുക്കിയിലും നീലഗിരി 3 സംസ്ഥാനങ്ങളിലായി പരന്ന ബയോസ്ഫിയർ റിസർവാണ്. പെരിയാർ കടുവ സങ്കേതവും നീലഗിരി ജൈവമണ്ഡലവും 2000 പെരിയാർ തെക്കടി, ഇടുക്കി, നീലഗിരി, കേരള, തമിഴ്നാട്, കർണാടക. 2000 യുനെസ്കോ. പെരിയാർ, ഇടുക്കിയിലും നീലഗിരി 3 സംസ്ഥാനങ്ങളിൽ പരന്ന ബയോസ്ഫിയർ റിസർവാണ്. കേരളത്തിൽ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ റംസാർ സൈറ്റുകൾ വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ടയാണ്.
ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? പെരിയാറിലാണ് അല്ലേ, പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിൽ വനവൃസ്തത ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. പാലക്കാട് ചുരം അറിയപ്പെടുന്നത് ഏതാണ്? പാലക്കാട് ചുരം അറിയപ്പെടുന്നത് ഏതാണ്? പാലക്കാട് കേരള തമിഴ്നാട് അതിർത്തിയിൽ 30 കിലോമീറ്റർ വീതിയുള്ള പാലക്കാട് ഗ്യാപ്പാണ്. പാലക്കാട് ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? കേരളം തമിഴ്നാട് അതിർത്തിയിൽ 30 കിലോമീറ്റർ വീതിയുള്ള വിടവാണ് അറിയപ്പെടുന്നത് കേട്ടോ. പാലക്കാട് ചുരം ഗ്യാപ്പ് അറിയപ്പെടുന്നത് പാലക്കാട് കേരള തമിഴ്നാട് അതിർത്തിയിൽ 30 കിലോമീറ്റർ വീതിയുള്ള വിടവാണ്. താങ്ക് യു.